വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു കാര്യം പറയുന്നത് സംഗീതത്തെക്കുറിച്ചാണ്. സംഗീതം എന്ന് പറയുന്നത് മനസ്സിന് സമാധാനം പകരുന്ന ഒന്നാണ് സംഗീതം. നിങ്ങൾ ആ ശ്രേയ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ഗാനം കേൾക്കൂ. നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം പകരുന്നു, സമാധാനം പകരുന്ന ഒന്നാണ് സംഗീതം. ഇന്ന് നമ്മൾ പലവിധ രോഗത്താൽ കഴിയുമ്പോൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ അവിടെ നമുക്ക് പൂർണ്ണ സൗഖ്യമാണ് കിട്ടുന്നത്, സമാധാനമാണ് കിട്ടുന്നത്, സന്തോഷമാണ് കിട്ടുന്നത്. നമ്മൾ ഈ ലോകജീവിതത്തിൽ എത്ര വിഷമിച്ചിരുന്നാലും ഒരു സംഗീതം കേൾക്കുമ്പോൾ അവിടെ സമാധാനമാണ്, സന്തോഷമാണ്. നമ്മൾ എത്ര ദുഃഖിച്ചിരുന്നാലും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷത്തിലാണ് നമ്മുടെ ജീവിതം. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രോഗത്താലായിരിക്കാം നമ്മളൊരു ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു TV ഓണാക്കി ഒരു പാട്ട് വെക്കുകയാണ്. അത്രയും സമയം നമ്മൾ രോഗം കൊണ്ട് വളരെ വീർപ്പുമുട്ടിയിരിക്കുന്ന സമയത്ത് ഈ ഗാനം അങ്ങിടുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനമാണ്, സന്തോഷമാണ്. അവരതിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ രോഗങ്ങളൊക്കെ അവർ തുടച്ച് നീക്കപ്പെടുകയാണ്. അവരാ ഗാനം കേട്ട് അതിൽ ലയിച്ചിരിക്കുമ്പോൾ അവിടെ സന്തോഷമാണ് ഉണ്ടാകുന്നത്, സമാധാനമാണ് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സംഗീതം എന്ന് പറയുന്നത് ഒരു സമാധാനം പകരുന്ന ഒന്നാണ് സംഗീതം. അപ്പോൾ നമ്മൾ സംഗീതത്തെ മുറുകെ പിടിക്കുക. പല ആൾക്കാരും സംഗീതം കേൾക്കുന്ന ആളുകൾ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗീതം എന്ന് പറയുന്നത്. ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് ചെന്നാൽ ഉടൻ തന്നെ TV ഓണാക്കി ഒരു പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ രോഗത്താൽ കടന്നു വരുന്ന അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ ചിരിക്കും ഈ പാട്ട് കേട്ടു. അപ്പോൾ അവരാദ്യമേ ഒരു ഭയങ്കര വിഷമിച്ചൊക്കെയായിരിക്കും. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം അതാണ് സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ശ്രേയ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ഗാനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അടിപൊളി ഗാനമാണ്. ആ കുഞ്ഞിൻ്റെ ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ പകരും. അതാണ് ഞാൻ പറയുന്നത്, സംഗീതം മനസ്സിന് സമാധാനം പകരുന്ന ഒന്നാണ്. ശ്രേയ